എടാ കുഴിയിലേക്കും കാല് നീട്ടിരിക്കുന്ന നികൃഷ്ട ജീവി. നോർത്ത് ഇന്ത്യയിലും നോർത്ത് ഈസ്റ്റിലൊക്കെ മരിച്ച ഒരു ഷവർമ കഴിച്ചിട്ടാണോടാ ശവി മരിച്ചേ? നിന്റെ ഉള്ളിലിരിക്കുന്ന കാളകൂടം വിഷം പകരാതിരിക്കാൻ വേണ്ടി ചത്താലും ചത്തില്ലെങ്കിലും കുഴിയിലേക്ക് അതേപോലെ തന്നെ അങ്ങ് ഇറക്കി വെക്കണം. ഇവന്മാര് മറ്റുള്ള മതങ്ങളെയൊക്കെ തീവ്രവാദി എന്ന് വിളിക്കുകയും ചെയ്യും. എന്നിട്ട് ഇവന്മാരെ തൊള്ള തുറന്ന് നാക്ക് വെളിയിലേക്ക് ഇട്ടിട്ടുണ്ട് ചീറ്റുന്നത് മൊത്തം വിഷം. നീയൊക്കെ അടിമകളാക്കിയും അടിയാളനാക്കിയും തല്ലിക്കൊന്നോണ്ടിരുന്ന ജനതയാണ് ഇന്ന് ഇവിടെ ഭരിക്കുന്നത്. അത് കാണുമ്പോ നിനക്കൊക്കെ അങ്ങ് കുരു പൊട്ടുന്നുണ്ടെങ്കിൽ കിളവ. മറ്റാരുമല്ല, ഈ രാജ്യത്തെ തീവ്രവാദികൾ നിന്നെ പോലെയുള്ള വർഗീയ വിഷം നരവാഴകളാണ്. 70s ചിന്താഗതികൾ പുതുതലമുറ വർഗീയവാദികളും തീവ്രവാദികളും ആക്കുന്ന നിന്നെ പോലുള്ള നിന്നെയൊക്കെ കുഴിയിലേക്ക് ഇട്ട് മൂടാൻ വേണ്ടിയിട്ട് നിന്റെ ഒന്നും വാ തുറക്കരുത്. പുതിയ ജനറേഷന് നീയൊക്കെ വഴിയൊരുക്കി കൊടുക്ക്. അവരൊക്കെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കട്ടെ. നിന്റെയൊക്കെ തലയിൽ അഴുകി ദ്രവിച്ച മതഭ്രാന്തിന്റെ ബുദ്ധി പറഞ്ഞു കൊടുക്കല്ലേ. ഒരു ലഹളയോ കലാപോ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെ ഇവനോ ഇവന്റെ കുടുംബക്കാരോ ഉണ്ടാവൂല, പാവപ്പെട്ടവൻ തമ്മിലടിച്ച് ആവും. ഇവനൊക്കെ ഗ്യാലറിയിൽ ഇരുന്ന് ഷോ കാണും പോലെ ഇരുന്ന് കൈയടിക്കും. ദയവ് ഇതുപോലുള്ള നരച്ച കിളവന്മാരെ അണ്ണാക്ക് തോർക്കാനുള്ള ഒരു അവസരം ഇവന്മാർക്കുണ്ടാക്കി കൊടുക്കല്. മനുഷ്യനായിട്ട് പറഞ്ഞ എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഉണ്ടോ? തമ്മി കടിച്ചു കയറുന്ന കില്ലപ്പട്ടിയുടെ സംസ്കാരം പോലും ഇല്ലാത്ത നികൃഷ്ട ജീവികള്, വിവരദോഷികള്, നിർഗുണ ജീവികള്. കേരളത്തിൽ വന്ന് നീ ഒന്നും അണ്ണാക്ക് പൊളിക്കണ്ട. ഇത് നിന്റെയൊക്കെ നോർത്ത് ഇന്ത്യ അല്ല. നല്ല